ഹലോ ഗൈസ്, നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. തുടക്കം തന്നെ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച് ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവല്ലാമല പഞ്ചായത്തിലെ പ്രശസ്തമായ പരമ്പരാഗത കൈത്തറി ഗ്രാമമായ കൂത്താമ്പുള്ളിയിലേക്കാണ്. ചുരുക്കി പറഞ്ഞാൽ കസവിൻ്റെ തിളക്കവും കൈത്തറിയുടെ പാരമ്പര്യവും ഒന്നിക്കുന്ന കേരളത്തിലെ പ്രശസ്ത നെയ്ത്തുഗ്രാമം. യാത്ര പുറപ്പെടുമ്പോൾ സമയം ഒരു 2 മണിയായി കാണും. ഉച്ചവരെ നല്ല വെയിലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ യാത്ര പുറപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മഴയുടെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. നല്ല മഴക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന റൂട്ട് കൊപ്പം, മുളയങ്കാവ്, ഒറ്റപ്പാലം, മായന്നൂർ വഴി കൂത്താമ്പുള്ളി. ഇതിനു മുന്നേ പോയിക്കൊണ്ടിരിക്കുന്നത് ഒറ്റപ്പാലത്ത് നിന്ന് കൂട്ടുപാത ലക്കിടി കൂട്ടുപാത റൂട്ടിലായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതിയ പാലം ഓപ്പൺ ആയതുകൊണ്ട് ആ റൂട്ട് വേണ്ട, നേരെ നമ്മൾ ഒറ്റപ്പാലത്ത് നിന്ന് മായന്നൂർ വഴി നമുക്ക് കൂത്താമ്പുള്ളിയിലേക്ക് പോകാൻ പറ്റും. ഈ പാലം ഓപ്പൺ ആയതുകൊണ്ട് 10 കിലോമീറ്ററിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. ഇതാണ് ഷോർട്ടസ്റ്റ് വേ. പോകുന്ന വഴിയിലെല്ലാം നല്ല കാണാൻ ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. റോഡിന് ഇരുവശവും നല്ല പച്ചപ്പും മലകളും വയലുകളും. മെയിനായിട്ട് ഈ ഏരിയ കൃഷിയാണ്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒറ്റപ്പാലം എത്തി. ഒറ്റപ്പാലം കുറച്ച് തിരക്കേറിയ ഒരു ടൗണാണ്. ഒറ്റപ്പാലത്ത് നിന്നും കുറച്ച് ദൂരം പോകണം. കുറച്ചും കൂടെ മുന്നോട്ട് പോയാലാണ് നമ്മുടെ റൂട്ടെത്തുക, മായന്നൂർ വഴി. ഈ ഒറ്റപ്പാലം നമ്മളെ പഴയ മലയാള സിനിമയിലൊക്കെ ഒരുപാട് ലൊക്കേഷൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒറ്റപ്പാലം, ലക്കിടി, ആ ഏരിയയൊക്കെ. പഴയ സന്ദേശം, അങ്ങനെ കുറേ മൂവീസ് ഉണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലങ്ങൾ. അങ്ങനെ അവിടുന്ന് ഒറ്റപ്പാലത്ത് നിന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാലാണ് നമ്മൾ ഈ മായന്നൂർ ബ്രിഡ്ജ് കയറാൻ പോകുന്നത്. പോകുന്ന വഴിയൊക്കെ സെയിം അറിയാലോ, ഒറ്റപ്പാലം പാലക്കാട് നേച്ചർ ഫ്രണ്ട്ലി ഏരിയ തന്നെയാണ്. ചുറ്റും പച്ചപ്പും കാടും ചെടികളും മരങ്ങളും. അങ്ങനെ പാലം കയറി. ഈ പാലം എന്ന് പറയുന്നത് നമ്മുടെ ഒറ്റപ്പാലം, അതായത് പാലക്കാടിനെയും തൃശ്ശൂർ ജില്ലയിലെ മായന്നൂരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. തൃശ്ശൂരിനെയും പാലക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ. ഇവിടെ വൈകുന്നേരങ്ങളിൽ റിവർ വ്യൂ കാണാനും സൺസെറ്റ് കാണാനൊക്കെ ഒരുപാട് ആളുകൾ വരാറുണ്ട്. ഇത് നല്ല വ്യൂ ആണെന്നാണ് കേട്ടത്. ഈ ബ്രിഡ്ജിൻ്റെ നീളം 1 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. ഏകദേശം ഒരു 3/4 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ ഈ ബ്രിഡ്ജ് കേട്ടോ. അതാണ് ഒരുപാട് മൂവ് ചെയ്തിട്ടും ഇത് തീരാത്ത പോലെ തോന്നുന്നത്. ഞാനിങ്ങനെ വിചാരിക്കും, ഇതെന്താ തീരാത്ത ഇത് 3/4 കിലോമീറ്ററോളം വരുന്നുണ്ട്. ഇവിടെ നിന്ന് കൂത്താമ്പുള്ളിയിലേക്ക് ഏകദേശം 8 കിലോമീറ്റർ 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അതായത് ഒരു 15 മിനിറ്റ് ട്രാവൽ ചെയ്യാനുണ്ടാവും. ഈ കൂത്താമ്പുള്ളിയിലെ കൈത്തറി പാരമ്പര്യത്തിന് ഏകദേശം 500 വർഷത്തെ ചരിത്രമുണ്ട്. പണ്ട് കൊച്ചി രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് വസ്ത്രങ്ങൾ നെയ്യുന്നതിനായിട്ട് മൈസൂരിൽ നിന്നും പിന്നെ കർണാടകയിൽ നിന്നൊക്കെ ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരാണ് ഈ രാജകുടുംബത്തിലെ അംഗങ്ങൾക്കൊക്കെ വേണ്ടി ഡ്രസ്സുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ മെയിനായിട്ടും കാണുന്ന വെള്ള കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ഇല്ലേ, ബോർഡറിൽ കസവ് വരുന്ന അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഈ തലമുറകളായിട്ട് കൈമാറി വരുന്ന നെയ്ത്ത് പാരമ്പര്യമാണ് ഇവർക്കുള്ളത്. അങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഷോപ്പ് ഞങ്ങളുടെ കണ്ണിൽ പെട്ടു. കണ്ണൻ നമ്പീഷ്യൻസ് എന്ന് പറഞ്ഞിട്ടൊരു കടയായിരുന്നു. അത് എല്ലാം അവർ അവിടെ തന്നെ ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ്. പായസം, സ്വീറ്റ്സ്, മുറുക്ക്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. പിന്നെ പായസം, ഞങ്ങളെല്ലാവരും ഒരു പായസപ്രേമികളായതുകൊണ്ട് തന്നെ നിർത്താതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങളവിടെ വണ്ടി നിർത്തി ഇറങ്ങി കടയിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവിടെ നല്ല അടിപൊളി അടപ്രഥമൻ ഉണ്ടായിരുന്നു. അങ്ങനെ അടപ്രഥമൻ വാങ്ങി. അപ്പോഴേക്കും കുട്ടികൾ ഉറങ്ങിപ്പോയി. അപ്പോൾ അവരെഴുന്നേറ്റില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടാളും പായസമൊക്കെ കുടിച്ചു വീണ്ടും യാത്ര തിരിച്ചു. ഈ മായന്നൂർ പാലം ഇറങ്ങിക്കഴിഞ്ഞ് കൂത്തമ്പള്ളി പോകുന്ന വഴി നിറയെ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് കാണാൻ പറ്റും. റോഡിൻ്റെ ഇരുവശങ്ങളിലും ഫുള്ള് ഈ അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും. ഹാൻഡ്ലൂം ഷോപ്സിൻ്റെ ഒക്കെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയത് AR ഹാൻഡ്ലൂംസും രാമചന്ദ്ര ഹാൻഡ്ലൂംസും. ബാക്കിയുണ്ട് കുറേ ഹാൻഡ്ലൂംസ് ഉണ്ടെങ്കിലും ARഉം രാമചന്ദ്രയും ഭയങ്കര കോമ്പറ്റീഷനാണെന്ന് തോന്നുന്നു. ഇവരെ കാണാൻ വഴി മൊത്തം ഇവർ തന്നെയാണ്. അവിടെ എത്തുന്നവരെ ഫുള്ള് നമുക്ക് ഒരിക്കലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വഴി തെറ്റില്ല. എന്ന് വെച്ചാൽ ഇവരെ ബോർഡ് കണ്ട് ഇങ്ങനെ ഫോളോ ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്ലാനിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. അവിടെ ചെറിയ ഷോപ്പിലൊക്കെ കയറണം,
ഇത് രാമചന്ദ്രയിൽ ഇതിന് മുന്നേ പോയിട്ടുണ്ട്, AR പോയിട്ടില്ല. അപ്പം AR പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ ആർടെക്സ് അവിടെയൊക്കെ ഒന്ന് പോയി ഷോപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ചെറിയ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ കുത്തമ്പുള്ളി എത്തിയപ്പോൾ എൻ്റെ മനസ്സാകെ മാറി തുടങ്ങി. എവിടെ പോകണം എന്നുള്ള കൺഫ്യൂഷനിലായി. ആദ്യം ചോദിച്ചു AR പോവാം, പിന്നെ ചോദിച്ചു വേണ്ട, AR വേണ്ട, വേറെ ഏതെങ്കിലും വലിയ പരസ്യമൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഷോപ്പിൽ പോയി നോക്കാം. ഇങ്ങനെ പറഞ്ഞ് പിന്നെയും കൺഫ്യൂഷനായി. വീണ്ടും ഞാൻ പറഞ്ഞു എന്നാൽ ഒന്ന് രാമചന്ദ്രയിൽ ഒന്നുകൂടി പോയി നോക്കാം. അങ്ങനെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയി എൻ്റെ മൈൻഡ്. ഈ കാണുന്ന പാലുണ്ടല്ലോ, അത് വേറൊരു പാലാണ് കേട്ടോ. അതൊരു പുതിയ പാലാണ്. അത് നല്ല ഭംഗിയുണ്ട്, നല്ലൊരു ക്യൂട്ട് പാലാണ്. നല്ല ഭംഗിയാട്ടോ പാലത്തിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട്. അത് നല്ല കാഴ്ചകളാണ്. അപ്പം കാഴ്ചകൾ കണ്ടപ്പം ഞാൻ എവിടെ പോകണം എന്നുള്ള കാര്യമൊക്കെ മറന്നു. വീണ്ടും ഞാനും ഏട്ടനും ഇതന്നെ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ആൾ എന്നോട് പറഞ്ഞു നീ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഷോപ്പ് ഉറപ്പിക്ക്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ അടിയായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ ഞാൻ AR പോവാന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി AR തന്നെ വേണം, ഇനി എന്നോട് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ പോകില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ നല്ല അടിയുണ്ടായി. പിന്നെ ഞാൻ ഞാൻ കൺഫേം ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പരസ്യമൊക്കെ കാണുമ്പോൾ നല്ല കോമ്പറ്റീഷൻ ഫീൽഡാണെന്ന് തോന്നും. ARും രാമചന്ദ്രയും വേറെ ഒരുപാടുണ്ട് കേട്ടോ. ആർടെക്സ്, ശിവറാം, ശുഭശ്രീയോ എന്തൊക്കെ പേരിൽ നല്ല നല്ല ഷോപ്സ് വേറെ ഉണ്ട്, ഒരുപാടുണ്ട്. കൂത്താമ്പുള്ളി ഹാൻഡ്ലൂംസ്. അങ്ങനെ ഞങ്ങൾ AR ഹാൻഡ്ലൂമിൻ്റെ മുന്നിലെത്തിയിട്ടോ. AR കണ്ടപ്പോൾ ഞാൻ വീണ്ടും കൺഫ്യൂസ്ഡ് ആയി, കയറണോ? ബിക്കോസ് അത്രയും റഷായിരുന്നു. ഓണം സീസൺ ആയതുകൊണ്ട് അങ്ങനെ ഞാൻ പ്ലാൻ മാറ്റി, AR വേണ്ട. അപ്പോൾ എനിക്ക് നല്ല വഴക്ക് കേട്ടു. വീണ്ടും ഞങ്ങൾ വണ്ടി മൂവ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു നമുക്കിനി ആദ്യം കാണുന്ന ഏതെങ്കിലും ഒരു ഷോപ്പ് പോവാം, ജസ്റ്റ് ഒന്ന് കൂത്തമ്പുള്ളി ഞാനൊന്ന് എക്സ്പ്ലോർ ചെയ്യട്ടെ, എന്നെ എല്ലാ ഷോപ്പിലും കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടി ഓടിച്ചു. സ്റ്റിൽ എനിക്ക് കൺഫ്യൂഷനാണ് എവിടെ പോകണമെന്ന് ഐഡിയ ഇല്ല. അപ്പം ഞാനിങ്ങനെ ഏതൊക്കെ ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഈ കൂത്തമ്പള്ളിയിൽ 80ഓളം ഹാൻഡ്ലൂം ഷോപ്സ് ഉണ്ടെന്ന് കേട്ടോ കേട്ടത്. അതിൽ ഒരു 3-4 കടകളിലേ ഞാൻ പോയിട്ടുള്ളൂ ഇതുവരെ. അപ്പോൾ ബാക്കി കടകളിലൊക്കെ പോകണം എന്നൊക്കെ പ്ലാൻ ഉണ്ട് ഇപ്പോൾ. പക്ഷേ നോക്കാം എന്നുള്ളൊരു ഇതിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് ഇവിടെ. ഇവിടെയുള്ള ആളുകൾക്ക് അധികം നെയ്ത്ത് തന്നെയാണ്. ഷോപ്പിൽ നെയ്ത് കൊണ്ടിരുന്നതൊക്കെ അവർ വേറെ അവരെ തറി അത് അവരുടെ വീട്ടിലും വേറെ വേറെ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഈ തറികൾ ഉണ്ടാവുക. അവിടെ ആയിരിക്കും ഇവിടെ മെയിനായിട്ട് നെയ്ത്തെല്ലാം നടക്കുന്നത്. പിന്നെ ഇപ്പോൾ പഴയ ജനറേഷനിൽ മുതലേ അവർ ഈ നെയ്ത്താണല്ലോ. അപ്പോൾ അവരുടെ മക്കളുടെ മക്കളൊക്കെയാണ് ഇപ്പോൾ അവിടെ നെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കൂടുതലായിട്ടും സ്ത്രീകളും പിന്നെ കുറച്ച് പുരുഷന്മാരൊക്കെയാണ് നെയ്യുന്നത്. ഇപ്പോൾ മെയിനായിട്ട് ഫുള്ള് ഇപ്പോൾ എല്ലാവരും ഷോപ്സാണ്. ഇവർ നെയ്ത് കൊണ്ടിരുന്ന ഡ്രസ്സും ഇതൊക്കെ ഇങ്ങനെ ഷോപ്സിൽ കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്യുക. പിന്നെ ഈ കൂത്താമ്പുള്ളിക്ക് GI രജിസ്ട്രേഷൻ ലഭിച്ചിട്ടുണ്ട്. ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ആ രജിസ്ട്രേഷനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര ഫേമസ് ആണ് ഇവിടുത്തെ നെയ്ത്ത്. ഇവിടെ നെയ്യുന്നത് മെയിനായിട്ട് കേരള കസവ് സാരി, സെറ്റുമുണ്ട്, ധോത്തീസ്, ഈ വൈറ്റ് കളർ വസ്ത്രങ്ങളൊക്കെ അധികം. പിന്നെ കോട്ടണിൽ സാരികൾ, അങ്ങനെ കസവ് വരുന്നതൊക്കെ മെയിനായിട്ട്. ബാക്കി പോളിസ്റ്റർ, സിന്തറ്റിക് മെറ്റീരിയൽസ് ഇതൊന്നും ഇവിടെ നെയ്യുന്നതല്ല കേട്ടോ. പക്ഷെ ഇവിടെ എല്ലാ ഷോപ്പുകളും കാണാം. അങ്ങനെ നമ്മൾ ആർടെക്സിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ എന്നോട് ഇറങ്ങുന്നു പറഞ്ഞ് കുറേ പ്രാവശ്യം ഇങ്ങനെ. അപ്പോൾ അവിടെ എനിക്ക് ഇറങ്ങാൻ തോന്നിയില്ല. അങ്ങനെ കുറച്ച് പോയപ്പോൾ രാമചന്ദ്ര ഹാൻഡ്ലൂംസിനുണ്ട്, അവിടെയും ഞാൻ ഇറങ്ങിയില്ല. എനിക്കെന്തോ കുഴപ്പമായിരുന്നു. എവിടെ എനിക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല. പക്ഷെ എല്ലാം കാണാൻ വേണം, പോകാൻ വേണം, പർച്ചേസ് ചെയ്യുകയും വേണം. അങ്ങനെ തിരിച്ച് വീണ്ടും രാമചന്ദ്ര ഹാൻഡ്ലൂംസിൻ്റെ മുന്നിലെത്തി. അപ്പോഴും എന്നോട് ഇറങ്ങാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് എന്തോ രാമചന്ദ്രയിലെത്തിയപ്പോൾ ഇറങ്ങാൻ തോന്നിയില്ല. ഞാൻ വീണ്ടും തിരിച്ച് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ഗ്രാമമാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ പോയി. അർജൻറ്റീന ഫാൻസൊക്കെ ഉണ്ട് ഇവിടെ. ശിവശക്തി, AR ഹാൻഡ്ലൂംസ്. ഈ AR ഹാൻഡ്ലൂംസ് തന്നെ വീണ്ടും വീണ്ടും മാടി വിളിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. മനസ്സിൽ AR ഹാൻഡ്ലൂംസ് ഇല്ല, പക്ഷെ പോകുന്ന വഴിയൊക്കെ അതിൻ്റെ ബോർഡ് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും AR ഹാൻഡ്ലൂംസിൽ പോയിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ അവിടെ പോവാം. രാമചന്ദ്രയിൽ ഞാൻ പോയിട്ടുണ്ട്, പക്ഷെ അവിടെ എനിക്ക് എന്തോ ഒരു ഭയങ്കര കൺജസ്റ്റഡ് മാതിരി ഫീൽ ചെയ്തു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പോകാൻ തോന്നുന്നില്ല. പക്ഷെ അപ്പോൾ ഈ അടുത്ത് റീസെൻ്റ്ലി ഞാൻ ഒരു ഇത് കണ്ടു, അവർ പുതിയ വലിയ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പക്ഷെ അത് പോകാൻ പറ്റിയില്ല, ഇനി പോകണം.
അങ്ങനെ ഞാൻ വീണ്ടും എയർ ഹാൻഡ്ലൂംസിലെത്തി. അവിടെ ഒരു രക്ഷയില്ല. പാർക്കിങ്ങിനായിട്ട് തന്നെ 2 വലിയ ഗ്രൗണ്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഫൈനലി ഞാൻ ഡിസൈഡ് ചെയ്തു എയർ ഹാൻഡ്ലൂം തന്നെ പോവാന്ന്. അപ്പോൾ പാർക്ക് ചെയ്യാൻ വേണ്ടി അവരുടെ പാർക്കിങ്ങിലോട്ട് പോവാണ്. 2 പാർക്കിംഗ് ഉണ്ട്. രണ്ടും വലിയ സ്പേസാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് ഓട്ടോ ചേട്ടന്മാരെ കാണാം. അതായത് അവിടെ അത്രയും ആളുകൾ വരുന്നോണ്ടായിരിക്കുമല്ലോ വേറെ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലില്ലാത്തത്ര ഓട്ടോസും. അങ്ങനെ ഉള്ളിൽ കയറിയപ്പോഴാണെങ്കിൽ എൻ്റെ മോനെ എന്തൊരു തിരക്ക്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതും വരുന്നതൊക്കെ കോട്ടയം, ആലപ്പുഴ, കണ്ണൂർ എല്ലാവരും ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ ആഡ് കണ്ടിട്ട് അവരുടെ റീൽസൊക്കെ കണ്ടിട്ട് വരികയാണ്. ഒരുപാട് ആളുകളുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. ഓണത്തിൻ്റെ തിരക്കും കൂടി ഉണ്ടായിരുന്നു. ഓണം പർച്ചേസാണ് മൊത്തമായിട്ട് നടക്കുന്നത്. ഒരുപാട് സ്റ്റാഫ്സും ഉണ്ട്. ഇത് 2 നില. ഒന്ന് ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ. അങ്ങനെ 2 നിലയായിട്ടാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. അപ്പം ഞങ്ങളിങ്ങനെ ഇതിൻ്റെ ഓണറിൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കുമ്പോൾ ഓണർ പറയാണ് ഇത് ഇവിടെ ഈ പഞ്ചായത്തിൽ 2 നില വരെ അലൗഡ് ഉള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം 2 നില കൂടുതലുണ്ടെങ്കിൽ ഇതിനും വലിയ ബിൽഡിംഗ് ആക്കിയേനെ എന്നായിരുന്നു. ഞങ്ങൾ പോയത് ഫ്രൈഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ സാറ്റർഡേ സൺഡേ ഒന്നും കാല് കുത്താൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. നല്ല തിരക്കായിരുന്നു. ഇത് അവരുടെ മുത്തശ്ശൻ നെയ്തോണ്ടിരുന്ന തറിയാണ് കേട്ടോ. അതിങ്ങനെ ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല തിരക്കാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ഒരുപാട് സ്റ്റാഫ്സും ഉണ്ട്. 300 സ്റ്റാഫ്സ് ഉണ്ടെന്നാണ് കേട്ടത്. ഒരുപാട് ആൾക്കാരും എല്ലാവരും ഹാൻഡിൽ ചെയ്യാൻ ഓരോ സ്റ്റാഫ് വീതം. സ്റ്റാഫൊക്കെ നല്ല കോപ്പറേറ്റീവായിട്ട് തോന്നി. താഴത്തെ നിലയിൽ മുണ്ട്, കസവ്, കേരള സെറ്റ് മുണ്ട്, അങ്ങനത്തെ ഐറ്റംസൊക്കെ. മേലെ സാരി, ഈ കളർഫുൾ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, സാരീസ്, പട്ടുപാവാട, ബ്ലൗസ്. സാരിയിൽ തന്നെ പല വെറൈറ്റീസും ഉണ്ട്. കോട്ടൺ, ഇപ്പം നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള മൾക്കോട്ടൺ സാരീസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ലേഡീസൊക്കെ അവിടെ ഇങ്ങനെ ആ ഒരു ഏരിയയിൽ നല്ലൊരു തിരക്കൊക്കെ കണ്ടു. എനിക്ക് ഇവിടുത്തെ സ്റ്റാഫ്സിനൊക്കെ നല്ല ഇഷ്ടമായി. നമ്മൾ എത്ര ഇതാക്കിയാലും ഇതാണ് മൾക്കോട്ടൺ സാരീസ്. ഇതിൽ പല വെറൈറ്റീസും ഉണ്ട്. എനിക്ക് പൊതുവെ എല്ലാവരും ഇടുന്ന ഡ്രസ്സ് ഇടുന്ന താല്പര്യമില്ല. കുറച്ച് ഈ ഒരു യൂണിഫോം അതെനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ട്രെൻഡിങ് ആയിട്ടുള്ള ഡ്രസ്സസ് ഒന്നും അങ്ങനെ എടുക്കാറില്ല. ഇതാണ് മൾക്കോട്ടൺ. ഇപ്പം എവിടെ നോക്കിയാലും ഈ മൾക്കോട്ടൺ ഫോൺ തുറന്നാലേ മൾക്കോട്ടൺ സാരീസിൻ്റെ ഒരു ഉത്സവമാണ്. ഇതൊക്കെ വേറെ ഏതോ മെറ്റീരിയൽസ് ആണ്. ഇത് പിന്നെ ഓണം സ്പെഷ്യലായിട്ട് വന്ന ധാവണി, അങ്ങനത്തെ ഐറ്റംസ്. ലേഡീസിൽ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല ക്രേസി ആവും. അത്രയും അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകളും ഇതൊക്കെയാണ്. ഞാനൊരു ധാവണി ഗേളല്ല, എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ അതൊന്നും നോക്കിയില്ല. പക്ഷെ ഇങ്ങനെ വീഡിയോസ് എടുത്തു. എൻ്റെ ലൈറ്റിംഗ് കൊണ്ടാണോ നല്ല വീഡിയോ ഒട്ടും ഒരു ഭംഗിയായില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഈ ധാവണി അത്ര താല്പര്യമില്ല. എനിക്ക് സാരിനോടും വലിയ താല്പര്യമില്ല. ബിക്കോസ് ഞാൻ സാരി ഉടുത്തു കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ലാത്ത പോലെ, എനിക്ക് ഭംഗിയില്ലാത്തല്ല, ആരെങ്കിലും ഉടുപ്പിച്ച് തന്നാൽ നല്ല ഭംഗിയുണ്ടാവും. അല്ലാതെ ഞാൻ സ്വയമായിട്ട് ഉടുത്തു കഴിഞ്ഞാൽ വലിയ രസമില്ല. പക്ഷെ എനിക്ക് സെറ്റ് മുണ്ട് നല്ല ഇഷ്ടമാണ്. കേരള സെറ്റ് മുണ്ടല്ലോ, ആ സെറ്റ് മുണ്ടില്ലേ, അതെനിക്ക് ഒരുപാടുണ്ട്. അത് ഞാൻ എപ്പോഴും ഉടുക്കുകയും ചെയ്യും. അതെനിക്കിഷ്ടമാണ്. അതൊക്കെ ഇങ്ങനെ കുറച്ച് നോക്കി 2-3 എടുത്തു. പിന്നെ ഇങ്ങനെ കുട്ടികൾക്കും വീട്ടിലെല്ലാവർക്കും വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇത്ര നേരമായിട്ട് എന്നെ കാണാത്തതുകൊണ്ട് എന്നെ അന്വേഷിച്ച് ഏട്ടനും പിള്ളേരൊക്കെ വന്നു. പിന്നെ അവർക്ക് ബാത്റൂമിലൊക്കെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരും വന്നു. അവർ വന്നപ്പോൾ പിന്നെ എനിക്ക് ഒന്നുകൂടി ഒരു ഉഷാറായി, ഒരു എനർജി കയറി പർച്ചേസ് ചെയ്യാനും എല്ലാം നോക്കാനും. അതുവരെ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു എൻ്റെ കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, എടുത്തു തരാൻ ഒരു സെയിൽസ് ഗേൾ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇങ്ങനെ കുറച്ച് ബോറിംഗ് ആയിട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ അവർ വന്നപ്പോൾ ഞാൻ നല്ല ഫുൾ എനർജി ആയി. ഞാൻ എല്ലാം പോയി ചെക്ക് ചെയ്തു. ഇതൊക്കെ സാരികളാണ്. ഇത് കുറച്ച് ഏജ്ഡ് ആയവർക്ക് കൊടുക്കാൻ പറ്റിയാണെന്ന് തോന്നുന്നു. എല്ലാം ഉണ്ട്. ഇത് മൾക്കോട്ടൺ ഉണ്ട്, കോട്ടൺ ഉണ്ട്, ഒരുവിധം എല്ലാ മെറ്റീരിയലും ഉണ്ട്. പക്ഷെ ചിലതൊക്കെ പഴഞ്ചൻ മോഡലാണ്, ഓൾഡ് സ്റ്റൈൽ. ചിലതൊക്കെ നല്ലതൊക്കെ ഉണ്ട്. എനിക്ക് ഇങ്ങനത്തെ സാരികളൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ ഉടുക്കാൻ ചില മെറ്റീരിയൽസിനോട് മാത്രമേ താല്പര്യമുള്ളൂ. അങ്ങനെ ഞാൻ ഒരു 2-3 സാരിയൊക്കെ നോക്കി വെച്ചു. അപ്പോൾ ഏട്ടൻ വന്നിട്ട് എനിക്ക് ചേരുന്നൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ കസവ് സാരികളൊക്കെയാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ കുറേ തിരക്ക് കാരണം
ഞാനിങ്ങനെ ഓരോ സാരിയൊക്കെ എൻ്റെ ഇടയ്ക്ക് എടുത്ത് വെച്ച് നോക്കണൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് പിള്ളേർ കമൻ്റ് അടിക്കുന്നുണ്ട്. ചിലത് പറയും മമ്മ നോ 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 പറയും, ചിലത് പറയും ആ മമ്മ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഞാനൊരു 2 സാരി എടുത്തു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ എനിക്ക് കൂടുതൽ എടുക്കുന്നതിനേക്കാൾ ഇങ്ങനെ നോക്കാനാണ് ഇഷ്ടം. ഞാൻ ഏത് ഷോപ്പിൽ പോയാലും എനിക്ക് ഷോപ്പ് ചെയ്യുന്നതിലുപരി ഞാനിങ്ങനെ ഫുള്ള് നോക്കും. അപ്പോഴങ്ങനെ ബട്ട് ഹസ്ബൻഡിൻ്റെ ദേഷ്യം വരും, വേഗം എടുക്ക് വേഗം എടുക്കെന്ന് പറയും. ഞാൻ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ സമയം പോകണോ, നീ എന്താ ആളെ ഇതാക്കുകയാണോ ചോദിക്കും. ഇതൊക്കെ അങ്ങനെ വീണ്ടും താഴത്തെ ഫ്ലോറും മേലത്തെ ഫ്ലോറിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഞാൻ മാറി മാറി പോകുന്നുണ്ട്. ഇതൊക്കെ ഫുൾ വൈറ്റ് മുണ്ട്, നമ്മുടെ പാരൻസ് ഇൻലോസിനൊക്കെ പറ്റിയ മുണ്ടുകൾ അങ്ങനത്തെ ആയിരുന്നു. പിന്നെ ഇത് ചെറിയ കുട്ടികളെ പട്ടുപാവാട ബ്ലൗസിൻ്റെ സെക്ഷൻ, അവിടെ പോയി. പക്ഷെ പട്ടുപാവാടയും ബ്ലൗസൊന്നും എടുത്തിട്ടില്ല ഞാൻ. അവിടെ കുറച്ച് വില അധികമാണോ എന്നൊരു ഡൗട്ട്. ഇത് 1000 എബവ് ഒക്കെ വരുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ഉണ്ട്, എന്നാലും പിള്ളേർക്കൊക്കെ ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്യാറ്. എൻ്റെ കുട്ടികളെ പട്ടുപാവാടയും ബ്ലൗസൊക്കെ ഞാൻ തന്നെ സ്വയം സ്റ്റിച്ച് ചെയ്യും. അങ്ങനെ കുറേ ചുറ്റിത്തിരിഞ്ഞ് ഇങ്ങനെ കണ്ടു. അങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ബില്ല് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഓണറായ രാജുവേട്ടനെ കണ്ടു. ഇതൊരു പാർട്ട്ണറാണ് എയർ ഹാൻഡ്ലൂംസിൻ്റെ. അങ്ങനെ ഹാപ്പി ഓണൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരാം കേട്ടോ.